ഏത് പരീക്ഷയിലും ടോപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് ശീലമാക്കേണ്ട 2 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ഒരുപാട് ശീലങ്ങളുണ്ടാകും അല്ലേ? രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ടാവാം, കറക്റ്റായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ ഒരുപാട് ശീലങ്ങൾ ഉള്ളവരായിരിക്കാം. എങ്കിൽ തന്നെയും 2 ശീലങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും കീപ്പ് ചെയ്യണം. ആ ശീലങ്ങൾ എപ്പോഴെങ്കിലും ചെയ്താൽ പോരാ, ദിവസവും രാവിലെ തന്നെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനൊരു ഓർഡർ കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ദിവസവും നിങ്ങൾ രാവിലെ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ദിവസവും രാവിലെ പുതിയ ഒരു ടോപ്പിക് പഠിക്കുക എന്നുള്ളത്. പല കുട്ടികളും പലതും പഠിക്കുന്നത് വൈകുന്നേരമായിരിക്കും. അങ്ങനെയല്ല, ദിവസവും രാവിലെ ഒരു ടോപ്പിക്കെങ്കിലും, അതൊരു പേജോ ഒരു ചാപ്റ്ററോ എന്തായിക്കോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു ടോപ്പിക് രാവിലെ പഠിക്കാൻ സമയം കണ്ടെത്തുക. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ? കാരണം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. ആ സമയം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിരിക്കും. വേറെ ചിന്തകളോ ടെൻഷനോ ഒന്നും ഉണ്ടാവുകയില്ല. വളരെ ഫ്രഷ് ആയിട്ടുള്ള സമയം, മൈൻഡും വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയം. ആ സമയം നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു അതെല്ലാം പെട്ടെന്ന് ഗ്രഹിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, രാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ വൈകുന്നേരം റിവിഷൻ ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. മടി തോന്നുകയില്ല. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുമ്പോഴാണ് മടി തോന്നുന്നത്. സോ രാവിലെ നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുകയും ചെയ്യും. കൂടാതെ രാവിലെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഒരു പോസിറ്റീവ് വൈബായിരിക്കും. നിങ്ങൾ രാവിലെ തന്നെ നല്ലൊരു കാര്യം ചെയ്തു, രാവിലെ തന്നെ നിങ്ങളൊരു ഉത്തരവാദിത്തം ചെയ്തു കഴിഞ്ഞു. സോ അതൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ഡേ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള എനർജിയും മോട്ടിവേഷനും കിട്ടുന്നതാണ്. ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ ഒത്തിരി ടഫായിട്ടുള്ളതെടുത്ത് പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ടഫായിട്ടുള്ള കാര്യമാണ് പഠിക്കേണ്ടതെങ്കിൽ തലേന്നേ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ തയ്യാറായി ഇരിക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടെ ആരോടെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്തോ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മീഡിയം ടഫായിട്ടുള്ള ടോപ്പിക് മാത്രം രാവിലെ എടുത്ത് പഠിച്ചാൽ മതി. ചിലപ്പോൾ നല്ല ടഫാണെങ്കിൽ രാവിലെ തന്നെ അതെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഡെസ്പാവും. സോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർഡ് ആയിട്ട് മാത്രം ടഫായിട്ടുള്ള സബ്ജക്റ്റ് രാവിലെ എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. ടോപ്പർ ആവാൻ രാവിലെ ശീലമാക്കേണ്ട 2ാമത്തെ കാര്യം ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് അന്നത്തെ ദിവസം എന്തെല്ലാം പഠിക്കണമെന്ന് ലിസ്റ്റ് തയ്യാറാക്കുക. ഒരു ലോങ് ലിസ്റ്റ് ഒരിക്കലും തയ്യാറാക്കരുത്. ഏറ്റവും ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കണം. കാരണം നിങ്ങൾക്ക് അന്നത്തെ ദിവസം പല ഉത്തരവാദിത്തങ്ങൾ കാണും. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടി വരാം, കോളേജിൽ പോകേണ്ടി വരാം, വേറെ ടോപ്പിക്സൊക്കെ പഠിക്കാനുണ്ടാവാം, പെൻഡിങ് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് നീട്ടി എഴുതി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ആ ലിസ്റ്റിൽ തയ്യാറാക്കുക. ഒരു 10 ടോപ്പിക്ക് കൂടുതലൊന്നും പാടില്ല. കാരണം അതിൽ കൂടുതലൊന്നും നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റില്ല. വലിയ ടോപ്പിക്സ് ആണെങ്കിൽ 10 ടോപ്പിക്ക് കൂടുതലൊന്നും ഒരു ദിവസം നമുക്ക് പഠിക്കാൻ കഴിയില്ല. സാച്ചുറേറ്റഡ് ആയി പോകും അല്ലേ? അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ടോപ്പിക്ക് മാത്രം എഴുതി വയ്ക്കുക. എഴുതി വെച്ചാൽ മാത്രം പോരാ, അന്നത്തെ ദിവസം അതെല്ലാം പഠിച്ച് തീർക്കാനും ശ്രദ്ധിക്കുക. ആ ടു ഡു ലിസ്റ്റ് വൈകുന്നേരം എടുത്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾ തീർത്തതെന്ന്. നിങ്ങൾ 10 ടോപ്പിക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ 9 എണ്ണവും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. ഇങ്ങനെ രാവിലെ തന്നെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് തോന്നും. നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് നമുക്ക് തോന്നും. എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പഠിക്കുന്ന ആളുകളെക്കാളും നല്ലത് എപ്പോഴും ഓർഗനൈസ് ചെയ്ത് പഠിക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പഠന ലൈഫിലും ജീവിതത്തിലും ഒക്കെ തന്നെ ഒരു അച്ചടക്കം വരുന്നതാണ്. ടോപ്പർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 2 ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതായിരിക്കും. എന്നും രാവിലെ ഒരു പുതിയ ടോപ്പിക് പഠിക്കുക. അതേപോലെ അന്നത്തെ ദിവസം ബാക്കി പഠിക്കാനുള്ള ടോപ്പിക്സ് ഒരു ലിസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് ആക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരുപാട് മാറ്റം നിങ്ങളുടെ പഠന ലൈഫിൽ ഉണ്ടാകുന്നതാണ്. ഇതുപോലെയുള്ള സ്റ്റഡി മോട്ടിവേഷൻ ആൻഡ് സ്റ്റഡി ടിപ്സ് ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.